ഇന്നത്തെ ഹർത്താൽ കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യമാണോ നടന്നത്? അക്കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത്രയേറെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ തൊട്ട് കണ്ടത്. ഈ സമരസമിതിയുടെ ജനറൽ കൺവീനർ കൂടിയായ ശ്രീ സണ്ണി എം കബിക്കാട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ സണ്ണി എം കബിക്കാട്, നിതിൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് അവൻ തെറ്റ് ചെയ്യാതെ മരണത്തിലേക്ക് പോയെങ്കിൽ അതിന് കാരണക്കാരായവർ നിയമത്തിന് മുന്നിൽ വരണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ആർക്കും എതിരഭിപ്രായവുമില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കണ്ട ഈ ഹർത്താൽ കൊണ്ട് ഗുണത്തെക്കാളേറെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ഇതിൻ്റെ കൊലയാളികളെ കൊണ്ടുവരാൻ. പക്ഷേ അത് കുറച്ച് നെഗറ്റീവായി ബാധിച്ചോ? ഞാനങ്ങനെ കരുതുന്നില്ല. 24-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമരമാണ് ഇന്ന് നടക്കുന്നത്. കേരളം ഹർത്താൽ കാണാത്ത ഒരു സംസ്ഥാനമൊന്നുമല്ല. ഹർത്താൽ എന്നത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് കേരളത്തിലുള്ള ജനങ്ങൾക്കും അറിയാം. ഹർത്താലിൽ ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു പ്രദേശത്തും ഒരു ആക്രമണമോ ഒരു അത്തരത്തിലുള്ള ബലപ്രയോഗങ്ങളോ ഉണ്ടായിട്ടില്ല എന്നത് വളരെ വ്യക്തമായും എനിക്ക് പറയുവാൻ കഴിയും. എല്ലാ ജില്ലകളുമായി നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഇപ്പം ഈ നിതിൻ്റെ കൊലയാളികളെ പിടികൂടണമെന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. തീർച്ചയായും അതൊരു നല്ല കാര്യമാണ്. അത് അട്ടിമറിക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞങ്ങൾ വെറുതെ ഊഹാഭോഗം പറയുന്നതല്ല. പോലീസിൻ്റെ അന്വേഷണ രീതികളും അന്വേഷണ നടപടികളും ഇതുവരെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നതും സംഗീത വാര്യർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും റാമിന് ജാമ്യം അനുവദിക്കാതിരുന്ന കോടതി വിധി അടക്കം പരിശോധിച്ചിട്ടാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സാധാരണ നിലക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. എന്നാൽ നിതിൻ്റെ മരണത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. നിതിൻ പാവപ്പെട്ടവൻ മാത്രമല്ല, പട്ടികജാതിക്കാരൻ കൂടിയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അവർ മരിച്ചാൽ, 22 വയസ്സുള്ള ആ കുട്ടി മരിച്ചാൽ, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നും പറയാതിരിക്കുകയും ആ വീട്ടിൽ ചില പാരിതോഷികങ്ങൾ എത്തിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും എതിർക്കപ്പെടേണ്ട ഒരു മനോഭാവമാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷികൾ കൈയൊഴിഞ്ഞു എന്നിടത്താണ് ദളിത് ആദിവാസി സംഘടനകൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടൊരു സമരപ്രഖ്യാപനം നടത്തിയത്. സാധാരണഗതി ഹർത്താൽ നടന്നാൽ നമുക്കറിയാം, ജനങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാവും. വണ്ടികൾ ഓടിയാൽ വണ്ടികൾ തടയും. വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളോട്, ഈ ബസ് ഓണേഴ്സ് അസോസിയേഷനോട്, ഹോട്ടൽ വ്യാപാരികളോടെല്ലാം വളരെ നേരത്തെ തന്നെ കത്തുകൾ നൽകി നിങ്ങൾ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് ഹർത്താലിലുണ്ടാവുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ തീർച്ചയായും അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത്യാവശ്യ യാത്ര പോകുന്ന രോഗികൾ, അത്യാവശ്യം ഒഴിവാക്കാനാവാത്ത കാര്യങ്ങൾ, അതിലെല്ലാം അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അവരോട് സഹകരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റി കൃത്യമായ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് കൊടുത്തിരുന്നു. ഇവിടെ സംഭവിച്ചത് സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പലയിടത്തായി ചിതറിക്കിടക്കുന്ന 52 സംഘടനകളാണ്. അതിലിപ്പോൾ നമ്മളോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ഇന്ന് VITയുടെ എൻട്രൻസ് എക്സാം എഴുതാനാവാതെ പോയ എയ്ഡൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ അമ്മയായ നീതു നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ആ കുഞ്ഞിനോട് നമ്മൾ എന്തുത്തരം പറയും? അവൻ ഇത്രയും നാളിരുന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കുട്ടിയാണ്. അവൻ്റെ ഒരു വർഷമാണ് ഇതോടുകൂടി നഷ്ടപ്പെടുന്നത്. നമ്മൾ അവരോട് എന്തുത്തരം പറയും? ഇന്ന് അങ്ങ് തന്നെ കണ്ടു കാണും. അങ്ങ് ആദ്യം ഞാൻ രാവിലെ അങ്ങേ മറ്റൊരു മാധ്യമത്തിൽ കണ്ടപ്പോൾ അങ്ങ് അത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനോട് വന്ന് നിൻ്റെ ജാട അവസാനിപ്പിക്കാം, നിനക്ക് എന്തൊരു ജാടയാണ് എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. ഇത് റോഡിൽ ഒരു ഡോക്ടറെ തടഞ്ഞു നിർത്തി, ഒരു സർജനാണ്, അവർക്ക് 2 സർജറി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ സർജറിക്ക് പോകാൻ കഴിയാതെ വഴിയിൽ കുടുങ്ങിയ ഡോക്ടറെ കണ്ടു.
ഇതൊക്കെ ഏത് ഹർത്താലിനും സംഭവിക്കുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൊഴിയാം. പക്ഷേ ശ്രീ സണ്ണി എം കബിക്കാടിനെ പോലെ വളരെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും കാണുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ സംഭവിക്കാൻ പാടുള്ളതായിരുന്നു? അത് അങ്ങേക്ക് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് നടക്കുന്നതെന്ന് പറയുമ്പോഴും അങ്ങയുടെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും നടക്കുന്നത്. നമുക്കതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അല്ല, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി ഹർത്താൽ നടത്തിയാലും ചില പ്രദേശങ്ങളിൽ തെരുവിലിറങ്ങുന്നവർ ഇതുപോലെയുള്ള ചില അതിക്രമങ്ങൾ കാണിക്കാറുണ്ട്. തീർച്ചയായും നമ്മൾ ചിതറിക്കിടക്കുന്ന വെറുതെ കുറേ സംഘടനകളെ വെറുതെ കൂട്ടി യോജിപ്പിച്ച് നടത്തിയൊരു കാര്യമല്ല. വളരെ കൃത്യമായി യോഗം കൂടി കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് ഒരു കാരണവശാലും ആശുപത്രിയിലേക്ക് പോകുന്നവരെ തടയാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കാനാണ് നമുക്ക് കഴിയുന്നത്. തീർച്ചയായും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമിതി ആ രോഗിയോടും ആ കുടുംബത്തോടും തീർച്ചയായും ഖേദം പ്രകടിപ്പിക്കാനും ക്ഷമ ചോദിക്കാനും ബാധ്യതയുണ്ട്. അവർക്കങ്ങനെ തടസ്സമുണ്ടാകാൻ പാടില്ലായിരുന്നു. ഡോക്ടേഴ്സിനെ തടയാൻ പാടില്ലായിരുന്നു. അത്തരം സംഭവങ്ങൾ വളരെ ഇപ്പോൾ നടന്നു എന്ന് പറയുന്ന സ്ഥലത്തല്ലാതെ കേരള വ്യാപകമായൊന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി ഈ കൂടെ വായിക്കണമെന്നാണ് ഞാൻ പറയുന്നൊരു കാര്യം. അപ്പോൾ അത്തരം സംഭവങ്ങൾ ചെയ്തവർ ആ സമയത്ത് നമ്മുടെ മുന്നിൽ വന്ന കോളുകൾ വളരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുകയും അതിനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടികൾ എന്നെ വിളിക്കുകയും ഞാൻ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുകയും അവർ ഇവിടെ എത്തിച്ചേർന്ന് പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനോട് വളരെ നിഷേധാത്മകമായ ഒരു സമീപനവും എടുത്തിട്ടില്ല. ചില സ്ഥലങ്ങളിൽ അത്തരം ചില സംഭവങ്ങൾ ഉണ്ടായത് തികച്ചും ദുഃഖകരമായൊരു കാര്യമാണെന്നാണ് ഞാൻ നീതുവിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ സണ്ണി എം കബിക്കാട്, നീതു ഇന്ന് വളരെ പ്രതീക്ഷയോടെ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി എയ്ഡനെയും കൊണ്ടുപോയതാണ്. പക്ഷേ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, നിരാശാജനകമായൊരു അനുഭവമാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത് അവിടെ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം ഒറ്റപ്പെട്ടതല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അത്. നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു ഇന്ന്? അതെ, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു ഇന്ന്. നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. ഓക്കെ, അപ്പോ അതിന്റെ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് ആറ്റിങ്ങൽ രാജധാനിയിലായിരുന്നു നമുക്ക് സെന്റർ തന്നിരുന്നത്. ആ റോഡിൽ നമുക്ക് തന്നെ കാണാം, നമ്മുടെ മുമ്പിലും പിമ്പിലുമായി നിറയെ വണ്ടികളിൽ ഇതുപോലെ കുട്ടികളുണ്ടായിരുന്നു. പല വണ്ടികളിലും നമ്മൾ കുട്ടികളെ കാണുന്നുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ ഞങ്ങളും രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ്. അപ്പോ ആ കണിയാപുരത്ത് വെച്ച് ആദ്യത്തെ പ്രശ്നം വന്നപ്പോഴേ എന്റെ മോനൊക്കെ പാനിക്കായി. കാരണം അവര് 2 വർഷം കൊണ്ട് എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞ് പഠിച്ച് പ്രതീക്ഷയോടെ പോയ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു എൻട്രൻസ് ആണ്. അമ്മേ എത്തുവോ എന്നുള്ളൊരു വെപ്രാളം കുട്ടിക്ക് അപ്പോഴേ അടിച്ചു തുടങ്ങി. നോക്കാം, ശ്രമിക്കാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുമ്പിൽ അതുപോലെ വണ്ടികൾ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞ 12 കിലോമീറ്റർ ദൂരമേ ഞാൻ 2 മണിക്കൂറിൽ സഞ്ചരിച്ചിട്ടുള്ളൂ. 2-2.5 മണിക്കൂർ. 10:30 ഞങ്ങൾ കോളേജിലെത്തിയപ്പോ കോളേജുകാർ കൈമലർത്തി. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഐഡിയയും ഇല്ല ഇനി ഈ വർഷം ഇങ്ങനൊരു പരീക്ഷ ഈ കുട്ടിക്ക് എഴുതാൻ പറ്റുമോ എന്ന്. ഇല്ലെങ്കിൽ ഈ കോളേജിന്റെ പരീക്ഷ ഈ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതൊരു മാർഗവും ഇല്ല. നമുക്ക് അതിന് മുമ്പിൽ ഒരു സൊല്യൂഷൻ ഇല്ല. ആൻഡ് കണക്കനുസരിച്ച് 300 ചിലവാനും കുട്ടികൾക്ക് ആ കോളേജിൽ നിന്ന് ഈ പരീക്ഷ എഴുതാനുള്ളൊരു ഇതുണ്ടായിരുന്നു. എങ്കിലും ഏകദേശം 100 ചിലവാനും കുട്ടികളെ അവിടെ വന്ന് പരീക്ഷ എഴുതിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. കുട്ടികൾക്കുണ്ടായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വേറെ. കാരണം ഇത്രയും 4 മണിക്കൂർ, അത് നമുക്കൊരു 3/4 മണിക്കൂറിൽ എത്താവുന്ന ദൂരമാണ് ഈ 4 മണിക്കൂർ എടുത്ത് പിള്ളേരെ എത്തുന്നത്. അത് പഠിക്കുന്നതിന്റെ സ്ട്രെസ്സും യാത്രയുടെ സ്ട്രെസ്സും എല്ലാം കൂടെ കുട്ടികളാകെ പല കുഞ്ഞുങ്ങളും വളരെ അവശരായിട്ടാണ് അവിടെ എത്തിയത്. അതിന്റെ പുറത്താണ് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു റിയലൈസേഷനോടെ വരുന്നത്. അത് കുഞ്ഞുങ്ങളുടെ ഭാവിയെയും എല്ലാം വളരെയധികം ബാധിക്കും എന്ന് തന്നെയാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് നല്ല രീതിയിൽ കുട്ടികൾക്കുണ്ടാവും. അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ശ്രീ സണ്ണി എം കബിക്കാട്, ശ്രീമതി നീതു പറയുന്നത് അനുസരിച്ചാണെങ്കിൽ എന്തായാലും 100-ലധികം കുട്ടികൾക്ക് അവിടെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അത് അവരുടെ കുറ്റം കൊണ്ടല്ല. നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായാലും കാണിക്കേണ്ട അവരോട് കാണിക്കേണ്ട ഒരു അലിവും ഇല്ലേ, ഒരു മനസ്സില്ലേ? ചെറിയ കുട്ടികളല്ലേ. അങ്ങനെയൊക്കെ കൂട്ടത്തോടെ ഒരു കുട്ടികൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ എഴുതാം. അത് ഈ പറഞ്ഞതുപോലെ അവർ കാത്തിരുന്ന് എഴുതുന്ന പരീക്ഷയാണ്. നമുക്ക് നിതിനെ പോലെ തന്നെയാണ് നീതുവിന്റെ എയ്ഡനും, അല്ലേ? അതെ.
ശ്രീ സണ്ണി എം കബിക്കാട്, നമ്മൾ എങ്ങനെയാണ് അവരോട് ഉത്തരം പറയുന്നത്? കേട്ടാൽ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെ തെരഞ്ഞു പിടിച്ച് തടഞ്ഞു അല്ല, കണിയാപുരം തൊട്ട് ബ്ലോക്ക് ആയിരുന്നു. എത്ര മണിക്കൂർ ആ ബ്ലോക്ക് നീണ്ടു എന്ന കാര്യം നിങ്ങൾ എത്ര മണിക്കൂറാണ് കണിയാപുരം കഴക്കൂട്ടം റോഡിൽ ഇന്ന് ആ ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടായത്? എത്ര മണിക്കൂറാണ്? ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തെ താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഹർത്താലിനകത്ത് വണ്ടി സാധാരണ ഇറങ്ങാറില്ല. അഥവാ ഇറങ്ങിയാൽ ഹർത്താൽക്കാർ വണ്ടി തടയാറുണ്ട്. കേരളത്തിൽ ആദ്യത്തെ ഹർത്താലൊന്നും അല്ലോ നടക്കുന്നത്. ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് ഉണ്ടായ അല്ലെങ്കിൽ 100 കുട്ടികളോളം അവർക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്ന കാര്യം വളരെ സീരിയസ് ആയ ഒരു കാര്യം തന്നെ. അത് അധികാരികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരാണ് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളും പരീക്ഷ വേണ്ടെന്ന് വെച്ചപ്പോൾ MG യൂണിവേഴ്സിറ്റി മാത്രം അവരുടെ പരീക്ഷകൾ ഇവിടെ നടത്തി. അത് ഒരു ധിക്കാരമാണ് കാണിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു ജനകീയ പ്രശ്നത്തിന് മേലൊരു സമരം പ്രഖ്യാപിക്കുന്നു. ഇതിപ്പോ MG യൂണിവേഴ്സിറ്റി അല്ല ശ്രീ സണ്ണി എം കബിക്കാട്, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അത് കേരളത്തിന് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരെ കൊണ്ട് നമുക്ക് കേരളത്തിൽ ഒരു ഹർത്താൽ ഉണ്ടെന്ന് പറഞ്ഞ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? പരീക്ഷ മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് സ്വാഭാവികമായി അവർ പറയുന്ന പോലെ ആ നിരയിൽ എത്രയോ വാഹനങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്. സർക്കാർ ഇന്ന് പരീക്ഷ നടക്കുന്നുണ്ടെന്ന് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, സർക്കാരിനും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് സർക്കാർ ഈ കുട്ടികളുടെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഒരുക്കാതിരുന്നത്? അവരതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം ഹർത്താലുകാരും കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടിക്കോട്ടെ എന്ന നിരുത്തരവാദപരമായാണ് സർക്കാർ പെരുമാറേണ്ടത്. ഇതെല്ലാം ഞാൻ പറയും. നമ്മളൊരു കാര്യം അറിയേണ്ടത്, നിങ്ങൾക്കറിയാമോ, ഈ കൊടുങ്ങല്ലൂർ ടൗണിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ നേതാക്കൾ വന്ന് കടകൾ തോറും കയറിയിറങ്ങി കട ബലമായി തുറപ്പിക്കുക ചെയ്ത് അടച്ചവരെ തുറപ്പിക്കുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ സംഘർഷമൊന്നും ഉണ്ടായില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെയാണോ ഒരു ജനകീയ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ കാണേണ്ടത്? ഈ കുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. ഇത് നമുക്ക് പൂർണ്ണമായും എങ്ങനെയാണ് ശ്രീ കബിക്കാട്, നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? അങ്ങൊരു പൗരനാണ്, അങ്ങേക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു വോട്ട് ചെയ്യുന്ന ഒരു പൗര എന്ന നിലയ്ക്ക് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നീതുവിന് ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് എല്ലാവർക്കും കളക്റ്റീവായ ഉത്തരവാദിത്വങ്ങൾ ഉണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെ വേണം. എൻ്റെ സഹപ്രവർത്തക രാവിലെ ഡ്യൂട്ടിക്ക് എത്തേണ്ട സഹപ്രവർത്തകയാണ്. ഈ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് മുടങ്ങാൻ പറ്റാത്തൊരു ജോലിയാണല്ലോ ഇത്. എത്രയോ മണിക്കൂർ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ ആ കുട്ടി കുടുങ്ങിപ്പോയി. ഞാൻ പറയുന്നത് ഹർത്താൽ ആദ്യമായല്ല, അങ്ങ് പലതവണ അത് പറയുന്നുണ്ട്, ഇത് ആദ്യമായല്ല ഹർത്താൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുൻപ് ഹർത്താൽ നടത്തുമ്പോൾ അതിന് ഉത്തരം പറയാൻ ഒരാളുണ്ട്. ഒന്നുമില്ലെങ്കിൽ അതിപ്പോൾ ഏത് മുന്നണിയാണോ നടത്തുന്നത് അവരോട് നമുക്ക് ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ അങ്ങയോട് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് പറയാണ് ഇത് അവിടെയായി നടന്ന സംഭവങ്ങളാണ്, അതിൽ അങ്ങേക്ക് അറിവില്ല, അങ്ങേക്ക് അറിവുള്ള കാര്യങ്ങളെ അങ്ങ് ഇടപെട്ടു. പക്ഷെ കേരളം മുഴുവൻ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഓരോ ഇടത്തെയും കാര്യങ്ങൾ എങ്ങനെ അറിയാൻ കഴിയും? പലയിടത്തും പല തരത്തിൽ ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം കുറച്ച് കോളേഴ്സ് കൂടിയുണ്ട്. അങ്ങയുടെ കൂടി ശ്രദ്ധയിലേക്ക് ഞാൻ 1-2 കോൾ എടുക്കാം. ശ്രീ അദീബ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. അദീബ് ടെലിഫോൺ ലൈനിലുണ്ടോ? എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം? അല്ല, നമ്മളിവിടെ കാഞ്ഞിരപ്പള്ളിയാണ്. ഞങ്ങൾ പൊതുവെ ഒരു ഗ്രാമപ്രദേശമാണ്. പക്ഷെ എന്നിരുന്നാലും നല്ല ഒരു സഹകരിച്ച് എല്ലാവരും കൊടുത്ത് കടകൾ കംപ്ലീറ്റ് അടക്കുകയൊക്കെ ചെയ്തിരുന്നു. എല്ലാവരും നല്ല രീതിയിലാണ്. പിന്നെ വണ്ടികളെല്ലാം ഒരുമാതിരി ഇപ്പോൾ ഓടിയില്ല. പക്ഷെ ബൈക്കും കാറുകൾക്കെല്ലാം അവർ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസും ഉണ്ടായിരുന്നു. അവർ നല്ല സഹകരണമൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ഈ സമരം ഇവരിങ്ങനെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച ശരി തന്നെ പത്രങ്ങളിൽ കിടപ്പുണ്ട്, വാഹനങ്ങൾ തടയുകയില്ല, ആവശ്യമുള്ള ഇതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പത്രത്തിൽ വായിച്ചായിരുന്നു രാവിലെ. അപ്പം ഇതിപ്പം നടത്തിയ ഇതിൻ്റെ സംഘാടകർ അവരൊന്ന് മനസ്സിലാക്കണം, ഇതുപോലുള്ള കോളേജ് പിള്ളേർക്ക് പരീക്ഷയുണ്ടെന്നും അവർക്ക് കോളേജിൽ പോയി പരീക്ഷ എഴുതാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കണമെന്ന് ഇവർക്കറിയാം. അപ്പം അത് നമ്മൾ ഈ മരിച്ചുപോയ ഇത് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. അത് ദളിതെന്നല്ല, നമ്മളിൽപ്പെട്ട ഒരു കുട്ടിയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കുണ്ട് കുട്ടികൾ, അതായിട്ട് നമ്മൾ കാണുന്നു. അല്ലാതെ നമ്മളൊരു ഒരു ഒരു മാറ്റി നിർത്തുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടെന്നൊക്കെ ഒന്നുള്ള രീതിയിലല്ല. ഈ കാപ്പിക്കാട്ടിൽ പറയുന്നതിന് പുള്ളിനൊക്കെ നമ്മൾ വളരെ അംഗീകരിക്കുന്ന ഒരു ആൾക്കാരാണ്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഇതുപോലെ ഉള്ള കുട്ടികളും ഉണ്ട്. അവരുടെ ഭാവിയെ
വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശരി. ഒരു പ്രവണതയായിട്ട്. കാരണം ഞങ്ങളൊക്കെ ശക്തമായ രീതിയിൽ ഇതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നു. പക്ഷേ ഇതിപ്പോ ഇന്ന് കണ്ടത് പല ആൾക്കാർക്കും ഇതിനെ ഒന്ന് സംഘാടകര് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ മാറ്റി നിർത്താനോ ഇല്ലെങ്കിൽ അസുഖം വന്നവരോ ഇല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ടവരോ അവരെ ഒന്ന് പറഞ്ഞു വിടാനോ ഒന്നും നേതൃത്വം കൊടുക്കാൻ ആൾക്കാർ അവിടെ ഇല്ല. എല്ലാവരും ഒരുപോലെ മോശമായി സംസാരിക്കുന്നു. ഒരു ബൈക്കുകാരനെ, പാവപ്പെട്ട ഒരു പയ്യന് മോശമായിട്ട് സംസാരിക്കുന്നത് അതൊക്കെ ശരിയായ നടപടിയല്ല, അതൊക്കെ തെറ്റാണ്. ഇത് കാരണം നമുക്ക് ഉള്ളവരെയും കൂടി വെറുപ്പിക്കുകയാണ്. ശ്രീ സണ്ണി എം കപ്പിക്കാട്, ഇതിലെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ ഹർത്താൽ ഒരു പക്ഷേ അങ്ങ് പറയുന്നത് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യണമായിരുന്നു എന്ന് പറയുന്നതിന് ഞാൻ മറ്റൊരു തരത്തിൽ വായിക്കുന്നു. സർക്കാർ ഈ സമരത്തെ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തെ അത്ര ഗൗരവത്തോടെ എടുത്തില്ല, അങ്ങനെയാണോ? അതുകൊണ്ടാണ് സ്വാഭാവികമായും ഹർത്താലിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, സർക്കാർ ഗൗരവമായി എടുക്കാത്തത് കൊണ്ട് ആ തരത്തിൽ വീഴ്ചകൾ വന്നു, അങ്ങനെയാണോ അതിനെ വായിക്കേണ്ടത്? തീർച്ചയായും കേരളത്തിലെ ദളിത് സംഘടനകൾ പ്രഖ്യാപിക്കുന്നൊരു ഹർത്താൽ നടക്കില്ല എന്ന് വേണമെങ്കിൽ സർക്കാർ വിചാരിച്ചിട്ടുണ്ടാവാം. ഈ പൊതുസമൂഹത്തിലും ഈ വ്യാപാര സമൂഹത്തിലുമൊക്കെ അങ്ങനെ ഒരു ധാരണയുണ്ടാവാം. പക്ഷേ അതങ്ങനല്ല. ഈ വിഷയം വളരെ സീരിയസ് ആയതുകൊണ്ടാണ് എല്ലാ ജില്ലകളിലും ജനങ്ങൾ തെരുവിൽ വന്ന് പ്രക്ഷോഭത്തിലേക്ക് വന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ സങ്കടകരമായൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ ഈ പരീക്ഷ മാറ്റിവെക്കാൻ പറ്റില്ല. ഓക്കെ, കേരളത്തിലെ പരീക്ഷ MG യൂണിവേഴ്സിറ്റി ഈ പരീക്ഷ മാറ്റിവെക്കുന്നില്ല. ഓക്കെ, സർക്കാർ ഈ മാറ്റിവെക്കാൻ പറ്റാത്ത പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഈ ഹർത്താലിനെ സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ അവരൊരു സമാന്തരമായ സംവിധാനം ഉണ്ടാക്കും. കേരളത്തിലെ LDFO, UDFO, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോ അപ്രധാന രാഷ്ട്രീയ പാർട്ടികളോ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കും. ഇതിനകത്ത് സിസ്റ്റം അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സംഘർഷമുണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യം. ഞാൻ പറയില്ല, കോട്ടയത്തൊക്കെ ഹർത്താൽ സമ്പൂർണ്ണമായിരുന്നു. വണ്ടികൾ ഒരു 10 മിനിറ്റൊക്കെ തടയും, പിന്നെ പൊക്കോളാൻ പറയും, അങ്ങനെയായിരുന്നു. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഞങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുകയാണ് ഉണ്ടായത്. വ്യാപാര സമൂഹവും പൂർണ്ണമായും സഹകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതായിരുന്നില്ല സ്ഥിതി. ഈ KSRTC ബസ്സൊക്കെ തടഞ്ഞ് ശ്രീ സണ്ണി എം കപ്പിക്കാട്, ഞാൻ ചോദിക്കുന്ന ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞ്, അതിപ്പോ ഞാൻ പറയുന്നത് ഈ ഹർത്താൽ എന്നല്ല, ഈ കാലത്ത് ഏത് വലിയ പാർട്ടികൾ നടത്തുന്നതായാലും ഏത് വലിയ മുന്നണികൾ നടത്തുന്നതായാലും മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അയാളുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളെ പോലും തടഞ്ഞുകൊണ്ട് നടത്തുന്ന സമരം കൊണ്ട് ഏത് രീതിയിലുള്ള പിന്തുണയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? നമുക്ക് വേണ്ടത് ജനങ്ങളുടെ പിന്തുണയാണ്. നിത്യന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നതല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ നമ്മുടെ ആവശ്യം. ആ ആവശ്യത്തിന് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് ഒരു പിന്തുണ കിട്ടുമെന്ന് അങ്ങ് ആത്മാർത്ഥമായി കരുതുന്നുണ്ടോ? നിതിൻ്റെ കേസ് അന്വേഷിക്കപ്പെടണമെന്ന് ശക്തമായൊരു വികാരം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ട് എന്ന കാര്യം സ്റ്റേറ്റിനെ അറിയിക്കുക എന്നതാണ് ഹർത്താൽ കൊണ്ട് ഉദ്ദേശിച്ചൊരു പ്രധാനപ്പെട്ട സംഗതി. തീർച്ചയായും ഹർത്താൽ നടത്തി എന്നതുകൊണ്ട് നിതിൻ്റെ കാര്യത്തിൽ അനുകൂല മനോഭാവമുള്ളവരെല്ലാം പിരിഞ്ഞു പോകുമെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല. ഹർത്താൽ ശരിയായ സമരരൂപമാണോ അല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ്, വേറൊരു കാര്യമാണ്. അത് വേറെ നിലയ്ക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ഗുരുതരമായൊരു കാര്യമുണ്ടായിട്ട് വളരെ ഗൗരവത്തോടെ ഭരണകക്ഷിയോ പ്രതിപക്ഷ കക്ഷികളോ രാഷ്ട്രീയ കക്ഷികളോ ഇത് ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നൊരു ഘട്ടത്തിൽ, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വിസമ്മതിക്കുന്ന ഘട്ടത്തിൽ, അതിൻ്റെ സ്റ്റോറി തന്നെ മാറ്റി ലോൺ എടുത്തത് കൊണ്ടാണ്, ലോൺ ആപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ കുട്ടി മരിച്ചതെന്നുള്ള വ്യാജമായ കഥ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യും? വ്യാജമായ കഥ എന്നങ്ങ് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിയോജിപ്പ് അതിൽ പറയേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം നിതിൻ്റെ അച്ഛൻ ശ്രീ രാജൻ ആ കോളേജിലെത്തി ആ അപകടം നടന്ന സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം പറഞ്ഞ വാചകങ്ങൾ ആ സമയത്ത് തന്നെ തത്സമയം കേട്ട ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന സംഭവങ്ങളാണ്, പ്രിൻസിപ്പലാണ് ഈ മരണത്തിന് കാരണം, അവിടെ നടന്ന വിചാരണയാണ് കാരണം. അത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വിചാരണ നടന്നത്, അല്ലെങ്കിൽ ആ അങ്ങോട്ടേക്ക് വിളിച്ച അത് അങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല, 100% പാടില്ല. നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാമെന്ന് പറയുകയാണ് ഏത് അധ്യാപകനും ചെയ്യേണ്ടത്. അത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോഴും അവസാനമായി
നിതിന്റെ അച്ഛൻ ശ്രീ രാജൻ പറഞ്ഞു വെച്ചത് ആ റൂമിൽ നടന്ന പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലാണ് സംഭവം എന്നാണ് പറഞ്ഞത്. അല്ല, ഏറ്റവും അവസാനം ചോദ്യം ചെയ്ത സംഭവം കൊണ്ട് മാത്രം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അച്ഛൻ ഒരു പക്ഷേ ഏറ്റവും അവസാനം നടന്ന സംഭവം വിശദീകരിച്ചിട്ടുണ്ടാവാം. അവിടെ ഹരാസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പയ്യൻ പെട്ടെന്ന് പോയത് എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത്രയും ഗുരുതരമാണ് ഈ സംഭവം. അവിടുത്തെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് സെക്ഷൽ മെസ്സേജുകൾ അയച്ചതിന് പുറത്താക്കപ്പെട്ട ഒരു അധ്യാപകനാണ് അവിടുത്തെ പ്രിൻസിപ്പൾ. അത്ര പ്രെഡേറ്റർമാർ ഉള്ള ഒരു സ്ഥാപനമാണത്. അവർ ആ കുട്ടിയോട് വളരെ മോശമായി ആ സ്ഥാപനത്തിനെതിരെ, ആ മാനേജ്മെന്റിനെതിരെയല്ലേ അപ്പൊ നമ്മുടെ സമരം വേണ്ടത്? അല്ലാതെ സംസ്ഥാനത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് പോവുകയാണോ ആ സാഹചര്യത്തിൽ വേണ്ടത് എന്നൊരാൾ ചോദിച്ചാൽ? തീർച്ചയായിട്ടും അതിനൊരു ഉത്തരമുണ്ടല്ലോ. ഈ സ്ഥാപനത്തിനെതിരെ സ്ഥാപനം പൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് നടത്തേണ്ട ഒരു സമരം മാത്രമാണോ ഇത്? കേരളത്തിലെ ആദ്യത്തെ മരണമാണോ നിതിൻ്റേത്? എത്രയോ കുട്ടികളാണ് നമ്മുടെ ക്യാമ്പസിൽ മരിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി, കഴിഞ്ഞ വർഷം ഒരു കുട്ടി റാഗിങ്ങിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു വെറ്ററിനറി കോളേജിൽ. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാതാക്കാൻ ഒരു നിയമനിർമ്മാണം നടത്തി, അതായത് രോഹിത് വെമുല ആക്ട് പോലെ ഒരു കർണാടക നടപ്പിലാക്കിയതുപോലെ കേരളത്തിന് അനുയോജ്യമായൊരു നിയമനിർമ്മാണം നടത്തി കുട്ടികളുടെ ഒരു സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് കൂടി പറഞ്ഞിട്ടാണ് ഈ കോളേജിൻ്റെ ലൈസൻസ്, ഈ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭം നടത്തുന്നത്. കേവലമായിട്ട് ആ കോളേജിന് ഫ്രണ്ടിൽ ചെന്ന് ധർണ നടത്തി പിരിയേണ്ട ഒരു കാര്യം. ഗവൺമെൻറ് ആണ് ഒരു തീരുമാനമെടുക്കേണ്ടത്, മാനേജ്മെൻ്റ് അല്ല. ഗവൺമെന്റ് നിർബന്ധിക്കാൻ വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹരികുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ ഹരികുമാർ, താങ്കളുടെ ഇന്നത്തെ അനുഭവം, അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, ഈ സംയുക്ത സമര സമിതി കപ്പിക്കാട് സാർ എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിനെ അറിഞ്ഞൂടാ. അദ്ദേഹത്തിന്റെ മകളോ മകനോ ആണ് ഇന്നൊരു പരീക്ഷയ്ക്ക് പോകേണ്ടതായിട്ട് വന്നാൽ അദ്ദേഹം ഇതായിരിക്കുമോ അദ്ദേഹം പ്രതികരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മെമ്പറാണ് ഇന്ന് ആശുപത്രിയിൽ ആംബുലൻസ് പോവുകയാണ്, തടയുകയാണെങ്കിൽ അദ്ദേഹം ഇതായിരിക്കുമോ പ്രതികരിക്കേണ്ടത്? അദ്ദേഹം വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ അണികളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ടാകൂല. അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള സമരസമിതിക്ക് അദ്ദേഹം ഇന്നൊരു ബന്ധിന് ഹർത്താലിന് അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു. നിതിന്റെ അച്ഛൻ എന്താണ് പറഞ്ഞത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കരുത്, ഒരു അക്രമം പാടില്ല, ഇതല്ലേ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയല്ലേ ഈ സമരസമിതി നിൽക്കേണ്ടത്? അപ്പൊ ജനങ്ങളെ ഇത്രയും അധികം ബുദ്ധിമുട്ടിച്ചല്ലേ ഇന്ന് നമ്മൾ ഇത്രയും കാണുമ്പം ഈ ദേശീയ പാർട്ടി പോലും ഇത്രയും ഇതായ രീതിയിൽ ഇന്ന് വരെ ഒരു ബന്ദ് നടത്തിയിട്ടില്ല, ഹർത്താൽ നടത്തിയിട്ടില്ല അല്ലേ? അപ്പൊ സാറ് എന്താണ് ആലോചിക്കണം? അപ്പൊ സാറ് ഇപ്പൊ ഒന്ന് ആലോചിക്കണ്ടേ? സാറിന്റെ കൂടെയുള്ള അണികളാണ് ഇന്നൊരു ആശുപത്രി പോകേണ്ടി വന്നാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും? ഇല്ലെങ്കിൽ സാറിന്റെ വീട്ടിലുള്ള ഇല്ലെങ്കിൽ അയൽവക്കത്ത് സാറിന്റെ ഈ സമരസമിതിയുടെ ആൾക്കാരുടെ മക്കളാണ് ഇന്നത്തെ എൻട്രൻസ് പരീക്ഷ, നിസ്സാര ക്ലാസ്സല്ല, അവരുടെ ജീവിതത്തിന്റെ പരീക്ഷയാണ്. അപ്പൊ ആ പരീക്ഷയ്ക്ക് അവരുടെ മക്കൾക്ക് പോകാൻ തടസ്സമായിരുന്നെങ്കിൽ സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാറ് പറഞ്ഞത് സർക്കാരാണ് ചെയ്യേണ്ടത്. സർക്കാരിന്റെ പോലീസ് വണ്ടിയിലോ സർക്കാരിന്റെ CM-ന്റെ വണ്ടിയിലോ ഈ പരീക്ഷയുടെ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുമോ? സാറൊന്ന് പറയണം. സാറ് നേരത്തെ പറഞ്ഞത് സർക്കാരാണ് ചെയ്യേണ്ടത്. സാറ് ഹർത്താൽ നിശ്ചയിച്ചിട്ട് സർക്കാരിന്റെ വണ്ടിയിൽ ഈ കുട്ടികൾ അത്രയും കൊണ്ട് പരീക്ഷയ്ക്ക് സെന്ററിൽ പോകാൻ പറ്റുമോ? സാറേ, ഹർത്താൽ വേണം, എല്ലാത്തിനും ഹർത്താൽ വേണം, നമുക്ക് ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇന്ന് കാട്ടാക്കട സാറിന് ന്യൂസ് കാണിച്ചില്ലേ, ഒരു 1500 വടയും പലഹാരങ്ങളും ചുട്ടുവെച്ചിട്ട് 10-12 ജോലിക്കാരുണ്ട്. എന്നിട്ട് ആ കട അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്തുമാത്രം അദ്ദേഹത്തിന് നഷ്ടമുണ്ടാവും? ഇതിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കടകൾ ഇത് അടയ്ക്കണമെന്ന്. നമ്മൾ ചെയ്യുമ്പോൾ ഇത് വേണം സാറേ, പ്രതികരിക്കണം. ഞാനും പ്രതികരിക്കുന്നതിന്റെ കൂട്ടത്തിലുള്ളതാണ്. ഇത് വേണം, ഇതിന്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ വേണം. പക്ഷെ ഇത് ഓവറായി പോയില്ലേ? സാറൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് നമ്മുടെ നാടല്ലേ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരല്ലേ. അപ്പൊ ജനങ്ങളെ ബുദ്ധിമുട്ടി കണ്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നന്ദി. ശ്രീ സണ്ണി എം കബിക്കാട്, ജനവികാരം നമുക്ക് ഇന്നറിയാം. ഇന്നത്തെ ദിവസം പലരും പലതരത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയാണോ എന്ന ഒരു ചോദ്യമാണ് ഈ വിളിക്കുന്നവരൊക്കെ ഉന്നയിക്കുന്നത്.
അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ചെറിയ ഇത്തരത്തെ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഒരു ഡയമെൻഷൻ നമ്മൾ സൂക്ഷ്മ രൂപത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെമ്പാടും അതിഭീകരമായ അതിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ള നിലക്കാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനല്ല, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. വളരെ സംയമനപൂർവ്വം ഉത്തരവാദിത്തപൂർവ്വമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നടന്നത്. നിങ്ങൾക്കറിയാമോ, ആ കൂടി 4 സ്ഥലങ്ങളിൽ മാത്രമാണ് പോലീസ് കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അരങ്ങേറിയ ഒരു ഹർത്താലിൽ 4 ഇടങ്ങളിലാണ് പോലീസ് അറസ്റ്റ് ഉണ്ടായത്. പോലീസ് ലാത്തിചാർജിന് പരിശ്രമിക്കുന്നു, പോലീസ് വിരട്ടുന്നു, പോലീസ് കട തുറക്കാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ പല പലയിടത്തും പോലീസ് വളരെ സംയമനം പാലിച്ച് മണിക്കൂറുകളോളം ഇടപെടാതെ നിന്നതിൽ പോലീസിനെതിരെയും വലിയ ആരോപണമുണ്ട്. ആ സമയത്ത് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ച് വണ്ടി കടത്തിവിടുന്നതിന് പകരം പോലീസ് മാറി നിന്നു. പോലീസ് പ്രത്യേകിച്ച് ഒരു തരത്തിലും ഇനി സംഘർഷം വേണ്ട എന്ന് കരുതിയായിരിക്കും പോലീസ് മാറി നിന്നു. പോലീസ് ഇടപെട്ടില്ല എന്നും വലിയ ആരോപണങ്ങൾ പല ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. അല്ല, അപ്പോഴും വണ്ടി ഓടണം, കടകളും തുറക്കണം. പിന്നെ ഈ ഹർത്താലിൻ്റെ അർത്ഥം എന്താണ്? ഇവർ സഹകരിക്കണമെന്നേ, നമ്മളതാ പറയുന്നത്. അത്യാവശ്യ യാത്രക്കാർ പോകട്ടെ, ഈ വണ്ടികൾ നമ്മളോട് സഹകരിക്കണം. വണ്ടി ഓടിക്കുന്ന തൊഴിലാളികൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ്, വ്യാപാരി വ്യവസായികൾ, അവരെല്ലാവരും കൂടി ഒരു ദിവസം 12 മണിക്കൂർ മാത്രമാണ് നമ്മൾ പറയുന്നത്. അത് വളരെ നേരത്തെ ഇവർക്കെല്ലാം നമ്മൾ കത്ത് ഇവർ സഹകരിച്ചാൽ വളരെ സമാധാനപരമായി ഒരു ഹർത്താൽ നടക്കും. സർക്കാരിനെ കൊണ്ട് ഒരു തീരുമാനമെടുപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിന് പകരം ഞങ്ങൾ വണ്ടി ഓടിക്കുമെന്ന് പ്രഖ്യാപിക്കുക, ഞങ്ങൾ കട തുറക്കുമെന്ന് പ്രഖ്യാപിക്കുക, വെല്ലുവിളിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ. എന്നിട്ടും ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ഒരു പ്രകോപനവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ട്, അത് ചെയ്യരുതായിരുന്നു എന്നൊരു അഭിപ്രായം. സ്വാഭാവികമായി ആ അനുഭാവം പ്രകടിപ്പിക്കാൻ, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അടയ്ക്കും. കുറച്ചു പേർ ചെന്ന് ബലമായി അടപ്പിക്കും. നമ്മൾ ആ ബലമായി അടപ്പിക്കുമ്പോഴും പറയുന്നുണ്ട്, ഇതിനോട് അനുഭാവം, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അടയ്ക്കുന്നവരടക്കട്ടെ. അതല്ലാതെ ബലം പ്രയോഗിക്കാൻ നമുക്ക് എന്ത് റൈറ്റ് ഉണ്ട്? ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ നമുക്ക് എന്ത് റൈറ്റ് ഉണ്ട്? ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വീട്ടിലിരിക്കുന്നവർ ഇരിക്കണം, അങ്ങനെ തന്നെയാണ് വേണ്ടത്, ഇരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇത് ബലം പ്രയോഗിക്കേണ്ട കാര്യമാണോ എന്ന് പറയുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സുഹൃത്തെ, ഈ റൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് ഒരു നോർമൽ ഡേയിലുള്ള ഒരു കാര്യമാണ് ഈ റൈറ്റിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അബ്നോർമലായൊരു സാഹചര്യം രൂപം കൊള്ളുമ്പോൾ എല്ലാ റൈറ്റും സംരക്ഷിച്ചു കൊള്ളണമെന്നില്ല, അത് സാധ്യവുമല്ല. റൈറ്റ് ഒരു അബ്സല്യൂട്ട് കാര്യമാണ് എന്ന് നിങ്ങൾ കാണരുത്. ആ നിലയ്ക്ക് ഈ വിഷയത്തെ പറഞ്ഞാൽ കേരളത്തിൽ ഒരാൾക്ക് പോലും ഒരു തരത്തിലുമുള്ള സമരം നടത്താൻ പറ്റില്ല. അങ്ങനെ ജീവിക്കണോ മനുഷ്യർ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അപ്പം നമ്മളൊരു ധർണ നടത്തിയാൽ പോലും ആരുടെയെങ്കിലുമൊക്കെ അവകാശം നമുക്ക് ലംഘിക്കേണ്ടി വരും. അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ. അതായത് യാത്രക്കാരൻ്റെ അവകാശം ലംഘിക്കാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ടോ എന്ന തരത്തിലല്ല ഈ വിഷയത്തെ കണ്ടത്. ഇതൊരു സമരദിനമാണ്. അവിടെ ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നത് താങ്കൾ പറഞ്ഞ ന്യായം ഞാൻ സ്വീകരിക്കുക മാത്രമല്ല അത് ശരിയുമാണ്, പൂർണ്ണമായും ശരിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ ഹർത്താലുകളിലും എവിടെയെങ്കിലുമൊക്കെ ഇത്തരം ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് നിരന്തരം രാവിലെ മുതൽ എല്ലാ ജില്ലാ ഘടകങ്ങളോടും നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഞാൻ അംഗീകരിക്കുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇത് ഉത്തരവാദിത്തമില്ലാത്തവർ ഹർത്താൽ നടത്തിയത് കൊണ്ടാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കരുത് എന്നേ പറയുന്നു. ഹർത്താൽ നടത്താൻ നിങ്ങളുടെ ഈ സമരസമിതിക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. പക്ഷേ നീതുവിനെ പോലെ ഒരാൾ ചോദിക്കുകയാണ്, എൻ്റെ മകന് പരീക്ഷ എഴുതാൻ അവകാശമില്ല എന്ന് തിരിച്ചു ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ശ്രീമതി നീതു, ഇപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് നിത്യരാജിൻ്റെ മരണത്തിന് കാരണക്കാരായവരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു റൈറ്റ് കോസിന് വേണ്ടിയാണ് അവർ ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. അദ്ദേഹം അത് വിശദീകരിക്കുകയുണ്ടായി, എന്ത് സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ പറയുന്ന റൈറ്റിനെ പറ്റി, അവകാശങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏതാണ്ട് അതേ പ്രായത്തിലുള്ള
എയ്ഡനെ പോലെയുള്ള കുട്ടികൾക്കും അവകാശങ്ങളുണ്ട്. അവരുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് വേണോ അത് എന്നുള്ളതാണ് ചോദ്യം. ഈ സമരത്തെ പറ്റി നേരത്തെ അറിഞ്ഞിരുന്നോ? ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു ഹർത്താൽ ഉണ്ടാവും, അത് പരീക്ഷയെ ബാധിക്കുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഉള്ളിൽ? സമരം ഇങ്ങനൊരു ഹർത്താലുണ്ട് എന്നറിഞ്ഞപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കും എന്നൊരു വിശ്വാസവും ഒരു പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നു. ഇപ്പോ എന്റെ വീട്ടിൽ നിന്ന് 33 കിലോമീറ്ററേ ഉള്ളൂ ഈ പരീക്ഷാ സ്ഥാപനത്തിലേക്ക്. 8 മണിക്ക് അവിടെ എത്തിയാൽ മതിയായിരുന്നു, 7 മണിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. എന്നാലും ഞങ്ങൾ വിചാരിച്ചു എന്നാലും ഇച്ചിരി നേരത്തെ ഇറങ്ങിയേക്കാം എന്നോർത്ത് തന്നെ നമ്മൾ 6 മണിക്ക് ഇറങ്ങി. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ശരിക്കും ഒരു തടസ്സം വരുമെന്ന്. ശരിയാണ്, ഹർത്താലാണ്. ആ പ്രശ്നത്തിന് നിതിൻ രാജിന്റെ ആ ഒരു ഇതിനൊരു സൊല്യൂഷൻ വേണം, അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. അതിന് എല്ലാ റെസ്പെക്റ്റോടു കൂടി തന്നെ പറയുന്നു. അതേപോലെയുള്ള മറ്റ് എത്രയോ കുട്ടികളുടെ ഇന്ന് എക്സാം എന്ന് ബോർഡ് വെച്ച് എത്ര കാറുകൾ ഉണ്ടായിരുന്നു എന്നറിയോ? ആ കുഞ്ഞുങ്ങളുടെ എല്ലാം മുഖം എന്ത് ഡൗൺ ആയിരുന്നു, എന്ത് ഡെസ്പറേറ്റ് ആയിരുന്നു. അവരൊക്കെ അയ്യോ ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ 1 വർഷവും കൂടെ കാത്തിരിക്കണമല്ലോ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അതിന്റെ ഒക്കെയും ഒരു റീസൺ ഉണ്ട് അല്ലെ, അതിനൊക്കെ ഒരു കാരണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് വരുമ്പോ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഞങ്ങൾക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിട്ടും എന്ന കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത് അല്ലെ. അവർക്കൊക്കെ മനസ്സിന്റെ ഉള്ളിൽ അയ്യോ അതെ പരീക്ഷയ്ക്ക് പോലും തടസ്സമാണ്, പിന്നെ ഞങ്ങൾ എങ്ങനെ ഇങ്ങനൊരു സ്ഥലത്ത് പഠിക്കും, ഞങ്ങൾക്ക് തടസ്സങ്ങൾ വരികയല്ലേ എന്ന ചോദ്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് പ്ലാൻഡ് ആയിട്ട് രോഗികളെയും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെയും അല്ലെ അറ്റ്ലീസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെയും ഒക്കെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ ഇതിനെ മുമ്പോട്ട് നയിക്കാമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സെപ്ഷൻ കൊടുക്കാമായിരുന്നു. വാഹനങ്ങൾ തടയുമ്പോഴും എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ വണ്ടികളെ അങ്ങ് കയറ്റിവിടുവോ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു വർഷം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവരാരും എത്തില്ലായിരുന്നു. അതൊന്ന് അഡ്രസ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായവും അതെ. ശരി, വളരെ നന്ദി ശ്രീമതി നീതു സംസാരിച്ചതിന്. ശ്രീ സണ്ണിയം കബിക്കാട്, അത് വളരെ ജെന്യുവനായ ഒരു അഭിപ്രായമായി എനിക്ക് തോന്നുന്നു. അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകളൊന്നും അതിനെ നിസ്സാരമായി കാണില്ല എന്ന് എനിക്ക് ഉറപ്പുമാണ്. ഇന്ന് ഒരു പ്ലാനിങ്ങിൻ്റെ കുറവുണ്ടായി എന്ന് ഇപ്പോൾ നീതു സൂചിപ്പിച്ചു, അത് അങ്ങ് അംഗീകരിക്കുമോ? എന്നോടാണോ? അതെ, എന്നോടാണോ ചോദിച്ചത്? അതെ അതെ അതെ. അല്ല, പ്ലാനിങ്ങിൻ്റെ കുറവല്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഈ വണ്ടികൾ അവരവിടെ കണിയാപുരത്ത് തടയുന്നു. വണ്ടികളിങ്ങനെ നേരത്തെ ഏത് വണ്ടിയാണ് അങ്ങോട്ട് പോകുന്നവരാണെന്നൊന്നും ഫ്രണ്ടിൽ നിൽക്കുന്ന തടയുന്ന ആൾക്കാർക്ക് അറിയില്ല. ഇവർ യഥാർത്ഥത്തിൽ അങ്ങനെ റിക്വസ്റ്റ് അവരുടെ മുന്നിൽ വെച്ചാൽ ഒരു പക്ഷേ ആ ഒരു സാധ്യത അവിടെ ഉണ്ടായി വരുമായിരുന്നു. അവർ തടയാനുള്ള സാധ്യതയില്ലായിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ പൊക്കോട്ടെ എന്ന് തീരുമാനിക്കുമായിരുന്നു. അവരും കുട്ടികളുള്ള അച്ഛനമ്മമാരൊക്കെ ആണല്ലോ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെ തടയരുത് എന്ന് നമ്മളുടെ ഗൈഡ് ലൈനിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അവരുടെ മുന്നിൽ കിടക്കുന്ന വണ്ടി 2-3 വണ്ടി മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. എൻ്റെ ഒരു സംശയം ഇതാണ്, അങ്ങനെ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകണ്ട എന്നൊരു സ്റ്റാൻഡ് എടുത്താലല്ലേ ഒരു ക്രിമിനൽ മനോഭാവമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ. അവരത് അറിഞ്ഞോ ഇല്ലയോ, കുട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്, അവരോട് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ലേ? എക്സാം എന്നുള്ള ബോർഡ് വെച്ച വണ്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ആ ബൈപ്പാസിൽ അതുപോലെ പണി നടക്കുന്നത് കാരണം ആ സർവീസ് റോഡിൽ കൂടെ കഷ്ടിച്ചാണ് 2 തരം വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ എക്സാം എന്ന ബോർഡ് വെച്ചിരിക്കുന്ന വണ്ടി 4-മതോ 5-മതോ ആണ് കിടക്കുന്നതെങ്കിൽ നമുക്കും എങ്ങനെ മുമ്പോട്ട് എത്താൻ പറ്റും? മുമ്പിലുള്ള വണ്ടി ആ ഒരു ലൈനെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മാത്രമല്ലേ ഈ ഇങ്ങനെയുള്ളവർക്ക് ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഒരു ആംബുലൻസ് സ്ട്രഗിൾ ചെയ്യാണ് ഇതിന്റെ ഇടയിൽ കൂടെ മുമ്പോട്ട് വരാൻ. കാരണം നമ്മുടെ വഴികള് പണി നടക്കുന്ന വഴികളാണ്, അവിടെ വീതി പോലും ഇല്ല. അപ്പൊ ഒരല്പം കൂടെ കൺസിഡറേറ്റ് ആവാമായിരുന്നു. ശരിക്കും കുത്തിത്തിരിക്കുകയാണ് ഒരു ആംബുലൻസ് എന്ന് അതുവഴി കടന്നുപോയത്. ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോഴും ഞങ്ങളെല്ലാം ഒതുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിന് ഈ എക്സാമിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് നമുക്കെല്ലാം അന്നേരം തോന്നിയത്.
ഈ എക്സാം അന്ന് ബോർഡ് വെച്ച വണ്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അവസ്ഥയും മനസ്സിലാക്കണം. നമ്മുടെ വീതിയില്ലാത്ത വഴികളിൽ കൂടി മുമ്പിലൊരു ട്രക്കോ ബസ്സോ ഉള്ള സമയത്ത്, ട്രാൻസ്പോർട്ട് ബസ്സോ ഉള്ളപ്പം പുറകിലുള്ള വണ്ടി എന്താണെന്ന് മുമ്പിലുള്ള സമരക്കാർക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പൊ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ വണ്ടിയുടെ മൂവ്മെന്റിനെ തന്നെ ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര സമാധാനപരമായി ഈ ഹർത്താലിനെ കൊണ്ടുപോകാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇമ്പാക്ട്, ഈ കുട്ടികൾക്കുള്ള ഇമ്പാക്ട് എന്തോരം കുറയ്ക്കാമായിരുന്നു. അതൊരു അമ്മയുടെ ചോദ്യമാണ് ശ്രീ സണ്ണി എം കപ്പിക്കാട്. അതിനൊരു മറുപടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അല്ല, ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായില്ലേ? അദ്ദേഹം സുഹൃത്ത് പറയുന്നൊരു കാര്യം ആ വിഷയത്തിൽ പെട്ട ഒരാളാണ്. 2 or 3 വണ്ടിക്ക് പുറകിലാണ് എക്സാം ബോർഡ് വെച്ച് വണ്ടികൾ. അവർക്കൊരു പക്ഷേ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർ പുറകോട്ട് വന്ന് നോക്കിയിരുന്നെങ്കിൽ അവർ കടത്തിവിടാമായിരുന്നു എന്നുള്ള നൈതികമായൊരു കാര്യമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ പരീക്ഷ എഴുതാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ വന്നിട്ടില്ല എന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോലീസ് അവിടെ നിൽക്കുന്നത്, സമരക്കാരെന്ന് പറയുന്ന സമരം ചെയ്യാൻ വന്നവരാണല്ലോ. പോലീസ് അവിടെ നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനല്ല. ഒരു ആംബുലൻസ് വന്നാൽ കടന്നു, എക്സാം എന്ന ബോർഡ് വെച്ച വണ്ടികളുണ്ടെങ്കിൽ അത് കടന്നു പോട്ടെ എന്ന് പറയുക, അത് തടഞ്ഞാൽ ഓക്കെ, ഈ പറയുന്ന വാദങ്ങളൊക്കെ ശരിയാണ്. അതങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വീഴ്ചയും സംഘാടക വീഴ്ചയും ഒക്കെ ആയിട്ട് ഇതിനെ വ്യാഖ്യാനിക്കരുത്. തീർച്ചയായും അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ അവർക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമായിരുന്നു തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഉപേക്ഷ വിചാരിക്കരുത്, അവരെ ബോധപൂർവ്വം തടയരുത് എന്ന കാര്യം മിക്കവാറും എല്ലാ സ്ഥലത്തും പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൂടെ ഒരു വീഴ്ചയാണ്. ആർക്കെങ്കിലും പുറകിൽ നോക്കാമായിരുന്നു, അവിടെ അത്യാവശ്യമായി യാത്രക്കാരെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കാമായിരുന്നുള്ളൊരു ശരിയുണ്ടെങ്കിലും ഈ പോലീസിൻ്റെ ജോലി എന്താണ്? പോലീസല്ലേ ഈ വാഹനങ്ങൾ കടത്തി. ഒരു ആംബുലൻസ് വരുന്നു, മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ ആംബുലൻസ് കടത്തി വിടുന്ന പോലീസല്ലേ? അവർ ചെയ്യേണ്ടത്. എക്സാമിന് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ശരിയാ. അങ്ങനെ അല്ലല്ലോ നടന്നത്. അത് പലയിടത്തും ശ്രീ സണ്ണി എം കപ്പിക്കാട് വാഹനങ്ങൾക്ക് മുൻപിൽ കിടക്കുകയായിരുന്നു ആളുകൾ. ആ സമയത്ത് അങ്ങ് അത് കണ്ടു കാണില്ല. ഒരുപാട് ദൃശ്യങ്ങൾ ഒരേ സമയം കാണുന്നവരായതുകൊണ്ട് പലയിടത്തും വാഹനങ്ങൾക്ക് മുൻപിൽ ആളുകൾ കിടക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നു. നമുക്കിതിപ്പം എത്ര സംസാരിച്ചാലും അങ്ങ് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അറിയാതെ പോയ സംഭവങ്ങൾ എന്ന് പറയും. പക്ഷേ അവരെ സംബന്ധിച്ചത് പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ദിവസം ഉച്ചവരെയുള്ള സമയത്ത് ഒരുപാട് പേർ അത്തരത്തിൽ വലഞ്ഞു. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമല്ല. ഈ കിടന്നു എന്ന് പറയുന്ന സ്ഥലം വഴിയാണല്ലോ ആംബുലൻസ് കടന്നു പോയത്. അപ്പോൾ വണ്ടിക്ക് കടന്നു പോകാനുള്ളൊരു ഇട ഉണ്ടാക്കാൻ പോലീസിന് നിഷ്പ്രയാസം കഴിയുന്നൊരു കാര്യമാണ്. ഒരു വണ്ടിയും പോകണ്ട, ആംബുലൻസ് അടക്കം പോകണ്ട എന്ന് പറഞ്ഞൊന്നും അവിടെ ആരും കിടന്നിട്ടൊന്നുമില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് ഇവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നില്ല. ഇവർ പോയി അത് അന്വേഷിച്ചില്ല. ഇവർ പോയി ഇത് നോക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മുടെ ഹർത്താൽ കൊണ്ട് പ്രധാനപ്പെട്ട യാത്രക്കാർക്ക് വഴി മുടങ്ങുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കാമായിരുന്നു അവർക്ക്. അത്രയേ ഉള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ സണ്ണി എം കപ്പിക്കാട്. ഒപ്പം ശ്രീമതി നീതു ഇത്രയും സമയം സംസാരിച്ചതിന്. ഇന്ന് നിതിൻ രാജിൻ്റെ മരണത്തിൽ നീതി തേടി, നിതിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവർ നിയമത്തിന് മുന്നിൽ വരണം, അവരെ ശിക്ഷിക്കണം, അതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 52 സംഘടനകൾ, ദളിത് ആദിവാസി സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. രാവിലെ തുടങ്ങിയ ഹർത്താലാണ്. രാവിലെ പലയിടങ്ങളിലും അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കൊക്കെ വഴിവെച്ചു. പലയിടത്തും ഇതുപോലെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ നമ്മൾ കേട്ടതുപോലെ വിദ്യാർത്ഥികൾ കുടുങ്ങി, ആശുപത്രിയിലേക്ക് പോകേണ്ട രോഗികൾ കുടുങ്ങി, കടകൾ ബലമായി അടപ്പിക്കുന്നതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. അങ്ങനെ പല സംഘർഷ സാഹചര്യങ്ങളും ഉണ്ടായി. അത് നേരിടേണ്ട വിധത്തിൽ സർക്കാർ നേരിട്ടില്ല, അവരുടെ ഉത്തരവാദിത്വമല്ല അത് എന്നാണ് സംയുക്ത സമരസമിതിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതേസമയം വലഞ്ഞവരൊക്കെ അവരവരുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ്.